ഡൽഹിയിൽ നടന്ന പാറ്റ സമരത്തിൽ ജയിച്ചത് ഇന്ത്യൻ ജനാധിപത്യം ആണെന്ന അവകാശവാദം ആത്മാർത്ഥമാണെങ്കിൽ ജയിച്ചവർ തോറ്റവരെ പരിഹസിക്കരുത്. ജനാധിപത്യം ജയിക്കുമ്പോൾ ആരാണ് തോൽക്കുക? ഈ വിജയത്തിനു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നവർ യഥാർത്ഥത്തിൽ രക്തസാക്ഷികളല്ലേ? മഹാത്മാഗാന്ധിയെ പോലുള്ള രക്തസാക്ഷിയല്ല താനെന്ന് ഇവിടെ നഷ്ടപ്പെട്ടവർ മനസ്സിലാക്കുകയും വേണം. ചില അബദ്ധങ്ങൾ സംഭവിച്ചതിന് പദവി കൊടുത്ത് പരിഹാരം ചെയ്ത രക്തസാക്ഷി. തന്റെ സർക്കാരിനെയും പാർട്ടിയെയും രക്ഷിക്കാൻ കൂടിയാണ് തന്റെ രക്തസാക്ഷിത്വം എന്നും അദ്ദേഹം മനസ്സിലാക്കണം. നീറ്റ് പരീക്ഷയിൽ 12 വർഷത്തിനിടെ 152 ചോദ്യചോർച്ചകൾ ഉണ്ടായതിന് കാരണം 2021 ജൂലൈ 7 മുതൽ 2026 ജൂലൈ 25 വരെ മാത്രം ഭാരതത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ അല്ലല്ലോ. എങ്കിലും അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. രാജിവെക്കാതെ നോക്കാമായിരുന്നു. സമരം ശക്തമാകും, കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാവും. എല്ലാം ഒഴിവാക്കി അദ്ദേഹം തിളക്കത്തോടെ പദവി വിട്ടു. നാടിനെയും പാർട്ടിയെയും സർക്കാരിനെയും സമരക്കാരെയും രക്ഷിച്ചു. അതുകൊണ്ട് പാറ്റ സമരത്തിൽ ആരും തോറ്റിട്ടില്ല. എല്ലാവരും ജയിക്കുകയാണ് ചെയ്തത് എന്ന് എല്ലാവരും കരുതണം. അതാണ് സമാധാനത്തിനുള്ള വഴി. ഞങ്ങൾ തോറ്റെന്ന് കരുതി പകരം വീട്ടാൻ ആര് പ്രലോഭിക്കപ്പെട്ടാലും ദുരന്തങ്ങളാവും അതുണ്ടാക്കാൻ പോകുന്നത്. ഇന്ത്യൻ യുവാക്കൾക്ക് ജാതിമത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കപ്പുറം ഒന്നിക്കാനാവും എന്ന് പാറ്റ സമരം തെളിയിച്ചത് നല്ല സൂചനയാണ്. അധികാരം പിടിക്കുക എന്നോ അധികാരത്തിൽ ഇരിക്കുന്നവരെ അസ്വസ്ഥരാക്കുക എന്നോ മാത്രം ലക്ഷ്യം വെച്ച് മാധ്യമങ്ങളിൽ വരാൻ വേണ്ടി മാത്രം നടത്തുന്ന സമരങ്ങൾ കണ്ടിട്ടുള്ള ഭാരതത്തിലെ സമകാലീന സാധാരണക്കാരന് ലക്ഷ്യബോധമുള്ള സമരങ്ങൾക്കും ഇവിടെ ബാല്യമുണ്ടെന്ന് കാണാനായി. ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കൊടിയുടെ നിറം നോക്കാതെ യുവാക്കൾ എത്തിയതും അവരെ സഹായിക്കാൻ നാടിന്റെ നാനാ ഭാഗത്തു നിന്ന് സഹായം ഒഴുകിയെത്തിയതും നല്ല സൂചനയാണ്. നാട് ഭരിക്കുന്ന മന്ത്രിമാരുടെ ഭവനങ്ങളിൽ നിന്ന് വരെ യുവാക്കളെത്തി. അതോടെ മക്കളുള്ള മന്ത്രിമാരുടെ എല്ലാം ഉള്ളം കാളുകയായി. കേരളത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും BJP നേതാവ് കൃഷ്ണകുമാറിന്റെ മകളും പാർട്ടികൾക്കൊപ്പം നിന്നുവെന്ന് ഓർക്കുക. സമരം അവസാനിപ്പിച്ച പാർട്ടികൾ തന്നെ വന്ന് ജന്തർ മന്ദർ വൃത്തിയാക്കിയതും നല്ല മാതൃകയായി. സമരം നടത്തുന്നവർക്കെല്ലാം ഉള്ള മാതൃക. സമരക്കാരെ പ്രശംസിക്കുന്ന എല്ലാവരും പിൻചൊല്ലേണ്ട മാതൃകയാണത്. ഇന്ത്യൻ യുവാക്കൾക്ക് പാർട്ടികളെന്നും പരോപജീവിയെന്നും പേരിട്ട് പരിഹസിച്ചവർക്കും മാനസാന്തരമുണ്ടായി. തങ്ങളുടെ പ്രസ്താവനകൾക്ക് വിശദീകരണവുമായി അവർക്ക് വരേണ്ടി വന്നു. കോടതി നടപടികളുടെ ഭാഗമായി നടത്തുന്ന ഇത്തരം അനാവശ്യ പരാമർശങ്ങൾ അടുത്ത കാലത്തായി പെരുകി വരുന്നുണ്ട്. പലപ്പോഴും ജഡ്ജിമാർ പുറപ്പെടുവിക്കുന്ന വിധിന്യായത്തിൽ ഇല്ലാത്ത ഇത്തരം പരാമർശങ്ങൾ കോടതിയുടെയും ജഡ്ജിമാരുടെയും വില സമൂഹത്തിൽ ഇടിക്കുന്നുണ്ട്. ഞാൻ യുവാക്കളിൽ നിന്നും ഊറ്റം കൊള്ളുന്നവനാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ജന്തർ മന്ദറിലെ പോലീസ് അതിക്രമത്തിന്റെ വീഡിയോയുമായി പരാതിക്കാരൻ ചെന്നപ്പോൾ പക്ഷേ കാണാൻ സമയം പാഴാക്കാനില്ല എന്നായിരുന്നു പ്രതികരണം. നീറ്റ് പരീക്ഷാ പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരായ കേസുകൾ പിൻവലിക്കുമെന്ന ജൂലൈ 25-ലെ പ്രഖ്യാപനം പക്ഷേ സർക്കാർ നടപ്പാക്കിയില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം കേസുകൾ നടക്കുന്നു. വിഷയം സുപ്രീം കോടതിയിൽ വന്നപ്പോൾ കേസ് പിൻവലിക്കുന്ന കാര്യം സർക്കാർ അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചില്ല. ആരോപണങ്ങളിൽ സ്വതന്ത്ര അന്വേഷണം ആകാമെന്നായിരുന്നു അദ്ദേഹം എടുത്ത നിലപാട്. 250 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി തുഷാർ മേത്ത കോടതിയെ ധരിപ്പിച്ചു. ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത കുട്ടികളെ അറസ്റ്റ് ചെയ്യരുതെന്ന് സുപ്രീം കോടതി വിധിച്ചു. പക്ഷേ കേസുകൾ തുടരാമെന്നാണ് സുപ്രീം കോടതിയുടെ പക്ഷം. വേട്ടയാടൽ തുടർന്നാൽ വീണ്ടും വൻ പ്രതിഷേധം ഉണ്ടാവുമെന്ന് അഭിജിത് ദീപ്കെ മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതു മാത്രമല്ല, ഭാരതത്തിലെ പരീക്ഷാ നടത്തിപ്പിന് കൂടുതൽ കൂറ്റമറ്റ സംവിധാനം ഉണ്ടാക്കാനുള്ള നീക്കമായി. പ്രധാന്റെ രാജിക്ക് വേണ്ടി പാറ്റ സമരത്തിൽ പങ്കെടുത്തവർക്ക് നിയമനങ്ങളിൽ വലിയ തട്ടിപ്പുകൾ നടന്നതായി തെളിഞ്ഞ കേരളത്തിലെ PSC പോലുള്ളവയുടെ തലവന്മാരെ പുറത്താക്കണമെന്ന് സമരം നടത്താൻ ധൈര്യമുണ്ടോ? എത്രയോ പ്രധാൻമാർ ഇപ്പോഴും മൂട്ടകളെ പോലെ പദവികളിൽ ഇരുന്ന് ജനങ്ങളുടെ ചോര കുടിക്കുന്നു. ഇത്തരം യഥാർത്ഥ പരോപജീവികൾക്കെതിരെ ശക്തമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകണം. അതുണ്ടാകുമ്പോഴാണ് യുവാക്കൾ ധീരരാവുക. സമരത്തിൽ പങ്കെടുത്തവരെ പീഡിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്നു എന്ന വാർത്തകൾ ഭീതിപ്പെടുത്തുന്നവയാണ്. പഴയകാല കേസുകൾ ചികഞ്ഞെടുത്ത് പ്രതിസ്ഥാനത്തുള്ള നേതാക്കളെ കസ്റ്റഡിയിൽ എടുക്കാൻ നടത്തുന്ന നീക്കങ്ങൾ രാഷ്ട്രീയ പകപോക്കലാണ്. അത് അപകടമുണ്ടാക്കും. പ്രതികളാക്കപ്പെടുന്നവർ മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും പരിചയക്കാരും എല്ലാം പ്രതിപക്ഷത്താവും. CPM-ന്റെ ആസ്ഥാനമായ ഡൽഹിയിലെ AKG ഭവനിൽ നടത്തിയ പോലീസ് കടന്നുകയറ്റം വല്ലാത്തതായി. BJP ഓഫീസിലായിരുന്നെങ്കിൽ ഇത്തരം റെയ്ഡ് നടക്കുമായിരുന്നോ എന്നത് വലിയ ചോദ്യമാണ്.
JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റും ജന്തർ മന്ദർ സമരത്തിലെ മുൻനിര നേതാവുമായ ഐഷി ഘോഷിനെ തേടിയാണ് പോലീസ് എത്തിയത്. 2021 ഡൽഹി ബംഗാൾ ഭവനിലെ കേസുമായി ബന്ധപ്പെട്ടാണ് ഐഷിയെ തേടുന്നത്. ഏപ്രിലിൽ പാട്യാല കോടതി അവർക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചു. അതുകൊണ്ടാണ് പോലീസ് നീക്കം എന്ന് ന്യായീകരിച്ചാലും ആരും വിശ്വസിക്കില്ല. പാറ്റ സമരത്തോട് അനുബന്ധിച്ച് സമരക്കാർക്കെതിരെ കേരളത്തിൽ പോലീസ് എടുത്ത 5000-ഓളം കേസ് പിൻവലിച്ചു. മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ജനകീയ സമരങ്ങളെ കലാപശ്രമങ്ങളായി ചിത്രീകരിച്ച് കേസെടുപ്പിച്ച പിണറായി ഇപ്പോൾ പറയുന്നു കേസുകൾ പിൻവലിക്കണം. ഇതാണ് തൊലിക്കെട്ടി. അദ്ദേഹം പറയുന്നത് ആത്മാർത്ഥമാണെന്ന് എങ്ങനെ വിശ്വസിക്കും? ഇവരുടെ നിലപാടുകൾ എല്ലാം സാധാരണക്കാരെ കബളിപ്പിക്കാൻ ആണെന്ന് കരുതിപ്പോവില്ലേ? പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അങ്ങനെ പറയണമായിരിക്കും. ഭരിച്ചപ്പോൾ അതല്ലല്ലോ കാണിച്ചത്. കേരളത്തിലെ ഒരു മുൻ RSSകാരനാണ് TG മോഹൻദാസ്. അദ്ദേഹം ആയിരുന്നെങ്കിൽ കുട്ടികളുടെ ജന്തർ മന്ദർ സമരത്തെ എങ്ങനെ നേരിടുമായിരുന്നു എന്നതിനെ കുറിച്ച് യൂട്യൂബിൽ നടത്തിയ വെളിപ്പെടുത്തൽ അദ്ദേഹം എത്ര വലിയ സ്വേച്ഛാധിപതി ആണെന്ന് അടിവരയിടുന്നു. താനായിരുന്നെങ്കിൽ ജന്തർ മന്ദറിലും 4 കിലോമീറ്റർ ചുറ്റളവിലും നിരോധനാജ്ഞ പ്രഖ്യാപിക്കും. സമരക്കാരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടും. പിരിഞ്ഞു പോകാത്തവരെ വെടിവെക്കും. ചിലർ ചാവും, ചിലർക്ക് പരിക്കേൽക്കും, എല്ലാവരെയും വാരി ആശുപത്രിയിലാക്കും അദ്ദേഹം പറഞ്ഞു. അമിത്ഷാ വിദ്യാർത്ഥികളെ വെടിവെക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തിരുന്നു എന്നും ആണി പിടിപ്പിച്ച ലാത്തികൊണ്ട് പാറ്റകളെ മർദ്ദിക്കാൻ പോലീസിനെ അയച്ചുവെന്നും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആക്ഷേപം ഇവിടെ ചേർത്ത് വായിക്കാവുന്നതാണ്. ജനാധിപത്യ ബോധം ഇല്ലാത്ത സ്വേച്ഛാധിപതിയുടെ ഈ ശബ്ദം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയിൽ വലിയ ആശങ്ക ഉണർത്തുന്നു. മോദി എക്കാലവും ഇന്ത്യ ഭരിക്കില്ല, ഭരണം മാറും. മോഹൻദാസിന്റെ ഈ സമീപനം പകരം വരുന്ന സർക്കാരും സ്വീകരിച്ചാലോ? അന്ന് RSSകാർ എന്തു ചെയ്യും? ഏതായാലും മോഹൻദാസ് അപകടമാണെന്ന് RSSനും മനസ്സിലായി. മോഹൻദാസ് RSSകാരനല്ല, അവർ പറഞ്ഞു. മൃഗങ്ങൾക്ക് ഈ RSS ബുദ്ധിജീവിയേക്കാൾ സംസ്കാരം ഉണ്ടെന്ന് മാധവ് സുരേഷ് പോലും പ്രതികരിച്ചത് യുവാക്കളിൽ വരുന്ന മാറ്റത്തിന്റെ സൂചനയാണ്. അതായത് അദ്ദേഹം പറഞ്ഞ മോഹൻദാസിനെ പോലുള്ളവരെ നമ്മുടെ യുവാക്കൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. നീറ്റ് സമരത്തിലൂടെ വലിയ മാറ്റങ്ങൾക്ക് ചാലക ശക്തിയാകുവാൻ സാധിച്ച പാർട്ടികളുടെ ഭാവി എന്താവും? അവർ രാഷ്ട്രീയ പ്രസ്ഥാനമാവുമോ? അവരുടെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമോ? ഇന്ന് ഇന്ത്യയിലാകെ ഉയരുന്ന ചോദ്യമാണ്. അതെല്ലാം സാവകാശം രൂപം കൊണ്ട് വരികയേ ഉള്ളൂ. ഏതായാലും BJP അവരെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അവരുടെ വിഷയം ചർച്ച ചെയ്ത പാർലമെന്റിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ നേരിട്ട് ഹാജരാകാതിരുന്നത് കൃത്യമായ സൂചനയാണ്. സമരത്തിൽ തെളിഞ്ഞ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് നേരെയും കൃത്യമായ ആക്രമണങ്ങളായി. മുസ്ലിമുകളായ സമരക്കാരെ തെരഞ്ഞുപിടിച്ച് നടപടികൾ എടുക്കുന്നതായി മുസ്ലിം മാധ്യമങ്ങൾ ആരോപിക്കുന്നുണ്ട്. ജന്തർ മന്ദറിൽ കമ്മ്യൂണിറ്റി കിച്ചന് നേതൃത്വം കൊടുത്ത മുഹമ്മദ് ജുനൈദിനെ ഉത്തർപ്രദേശ് സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നതായി അദ്ദേഹത്തിന്റെ പിതാവ് ആരോപിച്ചു. ബംഗാളിലും ആസാമിലും മുസ്ലിം വോളണ്ടിയർമാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതായി പാറ്റ പാർട്ടിക്കാർ തന്നെ ആരോപിച്ചു. ഇനിയും ഒരു സമരം പൊട്ടിപ്പുറപ്പെടാൻ ഇടയാക്കരുത്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ ദയനീയ പരാജയത്തിന് പ്രധാന കാരണം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയനും MV ഗോവിന്ദനും ആണെന്ന് CPM കേന്ദ്ര സെക്രട്ടേറിയറ്റ് കണ്ടെത്തുകയും അക്കാര്യം പരസ്യമാക്കുകയും ചെയ്തു. പരിക്കുണ്ടാക്കണമെന്നുണ്ട്, പക്ഷേ അടിക്കാൻ പേടിയാണ് എന്ന സമീപനത്തിലാണ് ഇപ്പോഴും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം. പിണറായിയും ഗോവിന്ദനും ചെയ്തത് തെറ്റെന്ന് പറയുമ്പോഴും അവർക്കെതിരെ നടപടിയെടുക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് ഭയമാണ്. ജൂലൈ 11 മുതൽ 13 വരെ നടന്ന CPM കേന്ദ്ര കമ്മിറ്റിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPM തോൽവിയുടെ കാരണങ്ങൾ വിലയിരുത്തിയത്. ജൂലൈ 28-ന് കേന്ദ്ര കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ പാർട്ടി ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. കേരളത്തിലെ ദയനീയ തോൽവിയോടെ 1977-ന് ശേഷം CPM ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത പാർട്ടിയായി. 2021-ൽ കേരള നിയമസഭയിൽ 140-ൽ 99 സീറ്റ് നേടിയ ഇടതുമുന്നണിക്ക് ഇപ്പോഴുള്ളത് 35 സീറ്റും 37.44% വോട്ടും മാത്രം. 2021-ൽ 44.44% വോട്ട് വിഹിതമാണ് 37.44%. CPM-ന്റെ സ്വന്തം വോട്ട് വിഹിതം 25.38%-ൽ നിന്നും 21.77%. 2021-ൽ 11.42% വോട്ട് നേടിയ BJP 2026-ൽ
14.20% വോട്ട് നേടി. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായതായി റിപ്പോർട്ട് സമ്മതിച്ചു. ഭരണം മികച്ചതായിരുന്നു എന്ന് പറയുമ്പോഴും ഭരണവീഴ്ചകൾ ഉണ്ടായെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തി. പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്ക് ചോർന്നു. പാവങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നു. നേതാക്കളുടെ ധാർഷ്ട്യം, അഴിമതി, സ്വജനപക്ഷപാതം, ആഡംബര ജീവിത രീതി എല്ലാം ജനങ്ങളെ അകറ്റി. ന്യൂനപക്ഷങ്ങളെയും തൊഴിലാളികളെയും അകറ്റി. വ്യക്തികേന്ദ്രീകൃതമായ പ്രചാരണം അപകടം ഉണ്ടാക്കി. പ്രതിപക്ഷം അത് ശരിക്കും മുതലാക്കി. അവർ പ്രചാരണമാകെ വ്യക്തിക്കെതിരാക്കി, രാഷ്ട്രീയമാക്കിയല്ല. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സർക്കാരിനാവും എന്ന പ്രതീതി ഉണ്ടാക്കിയത് ആപത്തായി. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന മുദ്രാവാക്യത്തിനെതിരെയാണ് ഈ കുത്തെന്ന് വ്യക്തം. സർക്കാരിൽ പാർട്ടിയുടെ നിയന്ത്രണം ഉണ്ടായില്ല. പാർട്ടിയും സർക്കാരും തമ്മിൽ ഏകോപനം ഉണ്ടായില്ല. മുൻകാല ഇടത് സർക്കാരുകൾ സബ് കമ്മിറ്റികൾ ഉണ്ടാക്കി വകുപ്പുകളുടെ പ്രവർത്തനം വിലയിരുത്തിയിരുന്നു. അതൊന്നും ഇക്കാലത്ത് ഉണ്ടായില്ല. 10 വർഷം ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളെ അണിനിർത്താനായില്ല. BJPയുമായി രഹസ്യബന്ധം എന്ന പ്രതിപക്ഷ പ്രചാരണത്തെ ഫലപ്രദമായി നേരിടാനായില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം പാർട്ടി മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു എന്ന ചിന്ത പ്രബലമാക്കി. PM ശ്രീ നടപ്പാക്കാനുള്ള തീരുമാനവും അപകടമായി. ഇക്കാര്യത്തിൽ CPIയുമായി പരസ്യമായ ഭിന്നത ഉണ്ടായത് അപകടമുണ്ടാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അപാകതകൾ ഉണ്ടായി. സ്ഥാനാർത്ഥികൾ വനിതകൾ, യുവാക്കൾ, ന്യൂനപക്ഷ സമുദായാംഗങ്ങൾ എന്നിവർക്ക് മതിയായ പ്രാതിനിധ്യം ഉണ്ടായില്ല. 54 സിറ്റിംഗ് MLAമാരെ മത്സരിപ്പിച്ചപ്പോൾ KK ശൈലജയെ മണ്ഡലം മാറ്റി മത്സരിപ്പിച്ചു. എതിരാളികൾ പ്രചാരണായുധമാക്കി. തളിപ്പറമ്പ്, പയ്യന്നൂർ, അമ്പലപ്പുഴ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം പാളി. കണ്ണൂർ ജില്ലയിൽ ഇക്കുറി മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ടായില്ല. കഴിഞ്ഞ തവണ 2 പേർ ഉണ്ടായിരുന്നു. പൊതുപ്രസംഗങ്ങളിലെ ഭാഷ അപകടമുണ്ടാക്കി. വീട്ടിൽ പോയി ചോദിക്കാനും ഡാഷ്മോനും എല്ലാമാവണം റിപ്പോർട്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ മൂർച്ച ഇല്ലാത്ത നീണ്ട പ്രസംഗങ്ങൾ ജനങ്ങളെ ആകർഷിക്കുന്നില്ല. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങളെയും റിപ്പോർട്ട് കുറ്റപ്പെടുത്തി. കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ടും ശബരിമല കൊള്ളക്കേസിലെ പത്മകുമാറിനെതിരെ നടപടി എടുക്കാതിരുന്നത് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. CPMനെയും ഇടതുമുന്നണിയെയും കുറിച്ച് കേരളത്തിലെ സാധാരണക്കാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. അതായത് ആർക്കും അറിയാത്ത കാരണങ്ങളല്ല തിരുത്താനുള്ള വൈമുഖ്യമാണ് നന്നാകുന്നതിന് തടസ്സമാകുന്നത്. പിണറായി പതിവ് പോലെ ഒന്നും പറയുന്നില്ല. എനിക്ക് മാത്രമായി വീഴ്ചയില്ല. റിപ്പോർട്ടിനെ കുറിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. അതായത് ഞാൻ മാത്രമായി മാറില്ലെന്ന് അദ്ദേഹം തീർത്ത് പറയുന്നു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും. അതിലും ദയനീയമായ തിരിച്ചടി ഉണ്ടായാൽ CPMനും ഇടതുമുന്നണിക്കും പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അനായാസകരമാവില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയാണ് പിണറായിയെ രൂപാന്തരപ്പെടുത്തിയത്. അതുവരെ മുസ്ലിം പ്രീണനത്തിലായിരുന്നു പിണറായിയുടെ ശ്രദ്ധ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പൗരത്വ ബിൽ മാത്രമാണ് വിഷയമാക്കിയത്. പക്ഷേ CPMന്റെ പരമ്പരാഗത വോട്ടുകൾ ഭീകരമായി ചോർന്നു. ഈഴവ വോട്ടുകളിലാണ് പ്രകടമായ ചോർച്ചയുണ്ടായത്. അതുകൊണ്ട് പിണറായി മുസ്ലിം ചങ്ങാത്തം വിട്ട് മുസ്ലിം പ്രീണനത്തിനെതിരെ കരുക്കൾ നീക്കി നോക്കി. അതിലൂടെ ജനാധിപത്യ മുന്നണിയിലെ മുസ്ലിം മേധാവിത്വത്തെക്കുറിച്ച് വോട്ടർമാർക്കിടയിൽ ചലനം ഉണ്ടാക്കാൻ നോക്കി. വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിച്ചു. അദ്ദേഹം വായിൽ തോന്നിയതെല്ലാം പറഞ്ഞു. പത്മകുമാറിന് കൊടുത്ത സംരക്ഷണം അദ്ദേഹത്തെ മാത്രം സംരക്ഷിക്കാനായിരുന്നില്ലെന്ന് ആർക്കാണ് അറിയാത്തത്? ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി അടക്കമുള്ളവരെ രക്ഷിക്കാനായിരുന്നു അതെന്ന് പരക്കെ വിശ്വസിക്കപ്പെട്ടു. സംഘടനാപരമായ പുനഃസംഘടന വേണമെന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. പിണറായി ഭരണം ഉപയോഗിച്ച് 10 പുത്തൻ ഉണ്ടാക്കിയവരാണ് സെപ്റ്റംബറിലെ വിശാല സംസ്ഥാന കമ്മിറ്റിക്ക് വരുന്നവരെല്ലാം. അതുകൊണ്ട് ആരും പിണറായിക്കെതിരെ ഒന്നും പറയില്ല. അതിലൂടെ ഗോവിന്ദനും രക്ഷപ്പെടാം. പക്ഷേ CPM ബംഗാൾ ലൈനിൽ അപകടത്തിലാവും. പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടായത് കോൺഗ്രസുകാരിലല്ല, സാധാരണ CPM സഖാക്കളിലാണ്. അവരെ തിരികെ കൊണ്ടുവരാൻ വലിയ ശസ്ത്രക്രിയകൾ വേണ്ടിവരും. 10 വർഷമായി കേരളത്തിലെ പേടി സ്വപ്നമായിരുന്ന പിണറായിക്ക് ഇനി എന്ത് സംഭവിക്കും? ഇവിടുത്തെ സാധാരണക്കാർ മാത്രമല്ല CPMും ഇന്ന് ഭയപ്പെടുന്നത് അതാണ്. ഇത്രയും കാലം അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ED അവസാനം പിണറായി എത്തുന്നു എന്നല്ലേ സൂചനകൾ? 2024 ഏപ്രിൽ 24-ന് CMRL MD ശശിധരൻ കർത്ത കൊടുത്ത മൊഴിയിൽ പിണറായിയോടുള്ള അടുപ്പം കൊണ്ട് വീണയെ സഹായിച്ചതായി പറഞ്ഞിരുന്ന കാര്യം ഇപ്പോൾ ED വെളിപ്പെടുത്തുന്നത് അർത്ഥഗർഭമല്ലേ? എന്തേ ED ഇക്കാര്യം വെളിപ്പെടുത്താൻ 3 വർഷം കാത്തിരുന്നു എന്ന ചോദ്യവും പ്രസക്തം.
ഇനി പിണറായി കൊണ്ട് വലിയ പ്രയോജനം ഇല്ലെന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്നവർക്ക് മനസ്സിലായി. പ്രായപരിധി സംബന്ധിച്ച് അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഇളവുകൾ 2029 പാർട്ടി കോൺഗ്രസോടെ തീരും. അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും പടിയിറങ്ങേണ്ടി വരും. അതായത് പിണറായിയുടെ പദവികളുടെ ആയുസ് പരമാവധി 2 വർഷമാണ്. അതുകൊണ്ട് ഇനി അദ്ദേഹത്തെ എത്രമാത്രം ഉപയോഗിക്കാനാവും എന്ന് ഇപ്പോൾ സംരക്ഷിക്കുന്നവർക്ക് സംശയം കാണും. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ തന്നെ അവിശ്വാസം രേഖപ്പെടുത്തി. പണത്തിനു മീതെ പരുത്തും പറക്കില്ല എന്നതുകൊണ്ട് തൽക്കാലം നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് മാത്രം. ഇതിനിടെ അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറും എന്ന് സ്വപ്ന സുരേഷിനെ പോലുള്ളവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ടും ബാപ്പ പള്ളിയിൽ പോയില്ലെന്ന മട്ടിൽ പിണറായി ഒന്നും പ്രതികരിക്കാതെ വായടക്കി ജീവിക്കുന്നു. വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ഇഡി കോഴിക്കോട് ആസ്ഥാനമാക്കിയുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ വക 15,57,414 രൂപയുടെ അക്കൗണ്ടും മരവിപ്പിച്ചിട്ടുണ്ട്. ലേക്കർ കഥകൾ വരാനിരിക്കുന്നതേയുള്ളൂ. കോവിഡ് കാലത്തെ കച്ചവടങ്ങളും ലേക്കറുമായി ബന്ധം ഉണ്ടെന്നെല്ലാം പ്രചാരണം വരുന്നുണ്ട്. പലതും വെളിപ്പെടാനിരിക്കുന്നു. വീണയുടെ രേഖകൾ തേടി പിണറായി താമസിച്ചിരുന്ന തലസ്ഥാനത്തെ വീട് പരിശോധിച്ച ഇഡി ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച കേസിൽ പിടിക്കപ്പെട്ട 60 സഖാക്കൾ ഇപ്പോഴും ജയിലിലാണ്. 25 പ്രതികളിൽ ഒരാൾ സർക്കാർ ജാമ്യത്തിനായി ഹൈക്കോടതിയിൽ പോകുന്നു. മുതിർന്ന അഭിഭാഷകരെ പാർട്ടി കൊണ്ടുവരും എന്നെല്ലാം പറയുന്നുണ്ട്. ഇഡിയും വാശിയിലാണ്. അവർ അഡീഷണൽ സോളിസിറ്റർ ജനറലിനെ തന്നെ കൊണ്ടുവരാൻ പോകുന്നു. നിയമയുദ്ധം അതിന്റെ വഴിക്ക് മുന്നേറുന്നു. 2026 മെയ് 27-നായിരുന്നു സംഭവം. 300 പേർ പ്രതികളായിട്ടുണ്ട്. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി എന്ന ചോദ്യം പോലും ഇന്നവരെ വേട്ടയാടുന്നുണ്ടാവും. അവരുടെ കുടുംബങ്ങൾ എങ്ങനെ പുലരുന്നോ ആവോ. പാർട്ടി സഹായിക്കുമെന്ന് മാധ്യമങ്ങളോട് പറയുന്നു എങ്കിലും എന്താണ് സംഭവിക്കുക എന്നതിന് ഉദാഹരണമാണ് അന്ന് കാർ തല്ലി തകർക്കപ്പെട്ട ടാക്സിക്കാരന്റെ കഥ. അവന് പാർട്ടി സഹായം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ കാർ നന്നാക്കാനുള്ള കാശ് കൊടുത്തത് ഇഡി. പാർട്ടി പറഞ്ഞത് ഇതുവരെ കിട്ടിയില്ല. കുടുക്കിലാക്കുന്ന പാവങ്ങളോടുള്ള സഹാനുഭൂതി. നേതാക്കന്മാർക്കെല്ലാം എല്ലാ സൗകര്യവും ഉണ്ട്. ഒരു പ്രതിക്ക് പ്രോസിക്യൂട്ടർ കാരണം ജാമ്യം കിട്ടി. അത് റദ്ദാക്കണമെന്ന ഹർജിയും കോടതിയിലുണ്ട്. എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു വല്ലതും ചെയ്തേക്കുമെന്ന സൂചനകളായി. അടുത്ത കാലത്ത് നടന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ലിജു ചോദിച്ചു, വെളുപ്പിന് 5 വരെ കേരളത്തിൽ ബാറുകൾക്ക് പ്രവർത്തിക്കാമോ? ഇല്ല, എല്ലാവരും പറഞ്ഞു. പിന്നെങ്ങനെ അങ്ങനെ സംഭവിക്കുന്നു? എന്റെ മുന്നിൽ പരാതികളുണ്ട്. നിങ്ങൾ മൗനാനുവാദം കൊടുക്കുന്നു എന്ന് പറയുന്നില്ല. പക്ഷേ സംഗതി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരവാദികളാണ്. പലരെയും കുറിച്ചുള്ള രഹസ്യ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്, അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഉദ്യോഗസ്ഥന്മാർ പെട്ടിക്കണക്കിന് മദ്യം ഉപഹാരമായി ആവശ്യപ്പെടുന്നതായി ബാർ ഉടമകൾ പരാതിപ്പെട്ടിട്ടുണ്ട്. മുമ്പൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു ഉപഹാരം ചോദിച്ചിരുന്നത്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നു. ഉദ്യോഗസ്ഥർ മദ്യം ഉപഹാരമായി ആവശ്യപ്പെടുന്നത് റെക്കോർഡ് ചെയ്യണം എന്ന് ഞാൻ ബാർ ഉടമകളോട് പറഞ്ഞിട്ടുണ്ട്. ലിജു ഭയപ്പെടുത്തി. ഇത് കേട്ടുവല്ലതും കേരളത്തിലെ എക്സൈസുകാർ ഭയപ്പെടുമോ? കാത്തിരിക്കാം. ഏതായാലും ലിജുവിന് ഐഡിയകൾ ഉണ്ട്. പിണറായിയുടെ കാലത്തെ പോലല്ല കാര്യങ്ങൾ. കേരളത്തിലെ ഭരണമാറ്റം ശരിക്കും പ്രയോജനപ്പെടുത്തുന്നത് മുസ്ലിം ലീഗാണ്. അവർ കൃത്യമായി കാര്യങ്ങൾ നടത്തുന്നു. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറയുന്നത് അനുസരിക്കുന്നു. ചിട്ടയായി കാര്യങ്ങൾ നീക്കുന്നു. മുസ്ലിം ലീഗിൽ ഒരാൾക്ക് ഒരു പദവി എന്ന തത്വം നടപ്പാക്കുകയാണെന്ന് തങ്ങൾ അറിയിച്ചു. മന്ത്രിമാരും MLA-മാരും പാർട്ടി പദവികൾ ഉടൻ ഒഴിയണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടു. ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിക്ക് ഇളവ് കിട്ടിയേക്കും എന്നാണ് സൂചന. അതാണ് എല്ലായിടത്തെയും അവസ്ഥ. ചിലരെ ഒരു പരിധിയിലും പെടുത്താനാവുന്നില്ല. അതിഭീകരമായ ഒരു കേരള സ്റ്റോറിയാണ് പേരാമ്പ്രയിലെ സർവശിക്ഷ അഭിയാനിലെ അധ്യാപികമാർ. രാസമയക്കുമരുന്നായ MDMA കച്ചവട ഇടപാടിൽ അവിടുത്തെ 3 അധ്യാപികമാർ പിടിയിലായി. പേരാമ്പ്ര ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആവളക്കൂട്ടത്തെ വലിയപറമ്പിൽ VP നിഷ്മ, കായിക പരിശീലക പൈത്തോത്ത് സ്വദേശി KC കീർത്തന, കൂരാച്ചുണ്ട് കപ്പമുക്കി കൊല്ലനാരി ഓട്ടിസം പരിശീലക K കാവ്യ എന്നിവരാണ് പിടിയിലായത്. ഇവരെ പിരിച്ചുവിട്ടതായി സർവശിക്ഷ അഭിയാൻ K ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. മുഴുവൻ താൽക്കാലിക അധ്യാപകരെയും കുറിച്ച് സർക്കാർ അന്വേഷണം ആരംഭിച്ചു. ഇവരെ ശുപാർശ ചെയ്തവരിലേക്കും അന്വേഷണം എത്തണം. ഈ അധ്യാപികമാരുടെ പാർട്ടി ബന്ധം, ഇവർക്ക് മയക്കുമരുന്ന് കൊടുത്തവർ എല്ലാവരെയും കണ്ടെത്താൻ തൂഫാൻ പ്രവർത്തകർക്കാകട്ടെ. വേലി തന്നെ വിളവ് തിന്നുന്ന സ്ഥിതിയായി നമ്മുടെ നാട്ടിൽ.
ഇവരുടെ അക്കൗണ്ടുകൾ വഴി MDMA ഉപഭോക്താക്കൾ പണം അയച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. കീർത്തനയുടെ അക്കൗണ്ടിൽ 14 ലക്ഷം രൂപയെത്തി. കാവ്യയുടെ അക്കൗണ്ടിൽ 5 മാസം കൊണ്ട് 9 ലക്ഷം രൂപയും വന്നു. രക്ഷാപ്രവർത്തകരെ രക്ഷിക്കാൻ രേഖകളിൽ കൃത്രിമം കാണിച്ച ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ കൊടുത്തതോടെ അദ്ദേഹം ചിത്രത്തിൽ നിന്നും ഔട്ടായി. ഇനി ചിത്രത്തിൽ വരാനും സാധ്യതയില്ലെന്ന് അഭിജ്ഞ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അറസ്റ്റ് ചെയ്യപ്പെടേണ്ട കുറ്റമാണ് അദ്ദേഹം ചെയ്തത് എന്നാണ് നിയമപണ്ഡിതരുടെ പക്ഷം. കയറിമറിഞ്ഞ് ഞാറുവേലായി എന്ന് വെറ്റില കൃഷിക്കാർ പറയുന്നത് പോലെയായി. അദ്ദേഹം മണ്ടയിൽ എത്തി. എങ്കിലും പരമോന്നത പദവിയിൽ തൊടാനാവാതെ വിട പറയേണ്ടി വരും. കേരളത്തിൽ ആദ്യമാണ് ഒരു പോലീസ് ഉന്നതന് ഈ ഗതികേട് സംഭവിക്കുന്നത്. ഭരണം മാറിയതുകൊണ്ട് യോഗേഷ് ഗുപ്ത കേന്ദ്രത്തിലേക്ക് പോയാൽ ഉടനെ തന്നെ രണ്ടാമത് ഒരു DGP പദവിയും വരും. ആകെ 4 DGP പദവികളാണ് കേരളത്തിനുള്ളത്. പിണറായി സർക്കാർ 1987 ബാച്ചിലെ 7 പേരെ ഒന്നിച്ച് DGPമാരാക്കി. കേന്ദ്രം സമ്മതിച്ചില്ല. കേരളത്തിന് 4 DGPമാരാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. 1980 വരെ DGP ഉണ്ടായിരുന്നില്ല. അന്നാണ് സംസ്ഥാന പോലീസ് മേധാവി DGPയായി ഉയർത്തപ്പെട്ടത്. ഗർഭിണികൾക്ക് പ്രസവിക്കാൻ സൗകര്യമൊരുക്കി കുഞ്ഞുങ്ങളെ വിൽക്കുന്ന സംഘം തീക്കോയി കേന്ദ്രമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തപ്പെട്ടു. ഇങ്ങനെ കൊണ്ടുവരപ്പെട്ട ആസാംകാരി ഒരു യുവതിയിലൂടെയാണ് സംഭവം ലോകം അറിയുന്നത്. ഭർത്താവും വീട്ടുകാരും ഗർഭചിത്രം നടത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ പ്രസവിക്കാൻ സൗകര്യം തേടിയത്. ഡൽഹിയിൽ വെച്ച് ആഷിഫ് കെയർ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടു. ജൂലൈ 16-ന് കോട്ടയത്തെത്തി. തീക്കോയിലെ താവളത്തിലെത്തി. സംഘാടകർ കുഞ്ഞിന് 3 ലക്ഷം രൂപ വില പറഞ്ഞതോടെ അവൾ എതിർത്തു. തട്ടിപ്പ് വെളിയിലായി. തമിഴ്നാടുകാരാണ് തീക്കോയിൽ വീട് വാടകയ്ക്കെടുത്തിരുന്നത്. ശൃംഖല എവിടെ വരെയെന്ന് കേരള പോലീസ് അന്വേഷിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ കളിക്കാർക്കിടയിലെ എലിയോട്ടത്തിന് താനിനി ഇല്ല എന്ന് സഞ്ജു സാംസൺ തുറന്നു പറഞ്ഞത് അദ്ദേഹത്തിന്റെ സംഘർഷം അയച്ചിരിക്കാമെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിൻ അകത്തളങ്ങളിൽ കാര്യങ്ങൾക്ക് ചരട് വലിക്കുന്നവർക്ക് വലിയ സംഘർഷത്തിന് ഇടയാക്കി. എലിയോട്ടം എന്നാൽ വിജയിക്കാനുള്ള മത്സരം, സ്വന്തം ജോലിയോ സ്ഥാനമോ നിലനിർത്താനുള്ള വൃത്തികെട്ട മത്സരം, അല്ലെങ്കിൽ അവസാനമില്ലാത്ത നെട്ടോട്ടം എന്നൊക്കെയാണ് അർത്ഥം. ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടാനുള്ള കളിക്കാർ തമ്മിലുള്ള മത്സരത്തിന് താനിനി ഇല്ലെന്ന് 31-കാരനായ ഇന്ത്യൻ അന്തർദേശീയ താരം പറയുന്നു. ആരുമായും മത്സരത്തിനില്ല അദ്ദേഹം പറഞ്ഞു. 2026-ലെ T20 ലോകകപ്പിൽ ഇന്ത്യയെ വിജയിപ്പിച്ചവനാണ് സഞ്ജു. ആ പരമ്പരയിലെ ക്രിക്കറ്ററും അദ്ദേഹമായിരുന്നു. പിന്നീട് വന്ന മത്സരങ്ങളിൽ പക്ഷേ അദ്ദേഹത്തിന് അർഹമായ അവസരം ലഭിച്ചില്ല. പ്ലേയിങ് 11-ൽ ഉൾപ്പെടാതെ പോയി. അവസാന ടീമിനെ പ്രഖ്യാപിക്കുന്ന യോഗത്തിലേക്ക് സഞ്ജു ഏറെ സംഘർഷത്തോടെ പോകുന്നതും പലപ്പോഴും അതിലും സംഘർഷത്തോടെ തിരിച്ചു വരുന്നതിനെ കുറിച്ചും ഇന്ത്യൻ ക്രിക്കറ്റ് സംഘത്തിലെ ഒരു സുഹൃത്ത് ഒരിക്കൽ എഴുതി. ഏതായാലും സഞ്ജു അത്തരം സംഘർഷങ്ങളോട് വിട പറയുകയാണ്. എനിക്ക് കളി ആസ്വദിക്കണം, ആരും എങ്ങനെ ബാറ്റ് ചെയ്യണമെന്ന് പറയേണ്ട, അദ്ദേഹം എല്ലാ ഉപദേശകരോടുമായി പറഞ്ഞു. സച്ചിനും കോഹ്ലിയും ഒക്കെ തന്ന നല്ല ഉപദേശങ്ങൾ പോലും പാലിക്കാനാവാത്ത സമ്മർദ്ദം ഉണ്ടായി എന്നും സഞ്ജു വെളിപ്പെടുത്തി. ദൈവകൃപയാൽ എനിക്ക് ഏറെ നേട്ടങ്ങൾ കൈവരിക്കാനായി. ഞാൻ ഏറെ പറയാറില്ല, അഹങ്കാരിയാവും. അത് എന്റെ വിശ്വാസത്തിന് എതിരാണ്, സഞ്ജു വിശദീകരിച്ചു. അദ്ദേഹം ഇന്ത്യൻ ടീമിൽ കളിക്കില്ലെന്നോ വിരമിക്കുന്നു എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ടീമിൽ ഏത് പങ്കാളിത്തവും വഹിക്കാമെന്നാണ് വ്യക്തമാക്കിയത്. എലിയോട്ടം മാത്രം നിർത്തി. തന്റെ ശൈലിയിൽ കളിക്കും, കളി ആസ്വദിക്കും. ഈ തീരുമാനം സഞ്ജുവിലെ മികച്ച ക്രിക്കറ്ററെ പുറത്തു കൊണ്ടുവരാൻ ഇടയാക്കട്ടെ. മാനസിക പിരിമുറുക്കങ്ങളുമായി എത്തുന്ന ആയിരങ്ങളെ നല്ല കുമ്പസാരത്തിലൂടെ സമാധാനത്തിലേക്ക് നയിച്ച് യൂറോപ്പിന്റെ വാഷിംഗ് മെഷീൻ എന്ന് പേരെടുത്ത ബോസ്നിയയിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മജുഗോറിയിൽ അന്ധകാര ശക്തികളുടെ വിളയാട്ടം. 1981 മുതൽ 6 ദർശകർക്ക് പരിശുദ്ധ ദേവമാതാവിന്റെ പ്രത്യക്ഷപ്പെടൽ നടക്കുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ബോസ്നിയ ഹർസഗോവിനിയയിലെ മജുഗോറി. ദർശകരിൽ ചിലർക്ക് ഇപ്പോഴും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം കൊടുക്കുന്നു. കർദിനാൾമാരും മെത്രാന്മാരും വൈദികരും അടക്കം 10,000-ങ്ങളാണ് ഇവിടെയെത്തി ദൈവാനുഭവം നേടുന്നത്. 2024-ൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മജുഗോറി തീർത്ഥാടനത്തെ അംഗീകരിച്ചു. ഓഗസ്റ്റ് 1 മുതൽ 6 വരെ നടക്കുന്ന 50,000-ലേറെ യുവാക്കൾ പങ്കെടുക്കുന്ന 37ാമത് മ്ലാഡി ഫെസ്റ്റ് അന്താരാഷ്ട്ര യുവജന സംഗമത്തിനായി ഒരുങ്ങുന്ന വേളയിലാണ് ഭീകര സംഭവം അരങ്ങേറിയത്. 2026 ജൂലൈ 28-നായിരുന്നു സംഭവം.
പോദ്ബ്രോത്ത് എന്നറിയപ്പെടുന്ന അപ്പരീഷൻ ഹില്ലിലെ മാതാവിന്റെ രൂപം കറുത്ത ചായമൊഴിച്ച് വികൃതമാക്കി. പീഠത്തിൽ പോളിഷ് ഭാഷയിൽ ഹീനമായ വാക്കുകൾ എഴുതി. സെന്റ് ജെയിംസ് പള്ളിയുടെ പിന്നിലുള്ള പുറത്തെ അൾത്താരയ്ക്ക് തീയിട്ടു. ബിജാക്കോവിച്ചിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപം തകർത്തു. പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. ഈ ആക്രമണത്തെ പ്രാർത്ഥനയിലൂടെയും ക്ഷമയിലൂടെയും നേരിടണം. ഹീനകൃത്യം ചെയ്തവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണം. തീർത്ഥാടന കേന്ദ്രം അധികൃതർ പ്രതികരിച്ചു. എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്ന ദൈവം മജുഗോറിയിലെ ലോക യുവജന സമ്മേളനത്തെ ഇതിലൂടെ വീണ്ടും ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നു. സാത്താന്റെ തല തകർത്ത മറിയം ദുഷ്ടമനസ്സുകളെ കീഴടക്കട്ടെ. ശിലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.